ഭാഗങ്ങളൊക്കെ അതിനകത്ത് കഴിഞ്ഞിരുന്നു. അപ്പം ഇന്നലെ ഫിസിക്സിൻ്റെ അതിനകത്ത് ഇന്നലെ നമ്മൾ 2 മണിക്കൂറോളം ഫിസിക്സ് എടുത്തിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡാറ്റ കൂടിയത് കാരണം ഇവിടെ ഡിസ്ക് സ്പേസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അതങ്ങ് റെക്കോർഡിംഗ് അങ്ങ് ഓഫായി. അത് കാരണം അത് പിന്നെ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഫിസിക്സിനാണ് അതിനകത്ത് ഇഷ്യൂസ് വന്നത്. ഫിസിക്സിലാണ് ഇനിയിപ്പം അതിനകത്ത് ഫിസിക്സ് ഇനി തൊട്ട് അങ്ങോട്ടേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യും. അപ്പം ഇനി ഇതിനകത്തുള്ളത് ഈ ടൈപ്പുകളൊന്ന് ചെയ്യാം. അപ്പം നമുക്ക് ഈ ടൈപ്പുകൾ, അതായത് എക്സ് റൈസ് ടു സൈൻ എക്സ്, ഇതൊക്കെ ഇതിനകത്ത് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഒന്ന് ചെയ്യാം, എക്സ് റൈസ് ടു സൈൻ എക്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് എന്തില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിഫറൻസിയേഷനാണ് എക്സ് റൈസ് ടു സൈൻ എക്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, എക്സ് റൈസ് ടു സൈൻ എക്സ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിങ്ങൾക്ക് ഇതിനകത്ത് മെത്തേഡ് പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ്. എക്സ് റൈസ് ടു സൈൻ എക്സ്. അപ്പം എന്ത് ചെയ്യണം, നമുക്ക് ഈ ഇങ്ങനെ മണ്ടേലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിലത്തേക്ക് ഇറക്കണം. അപ്പോൾ അവരിങ്ങോട്ട് ഇറക്കണമെങ്കിൽ 2 സൈഡിലും ലോഗ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലോഗ് വൈ ഈസിക്കൽ ടു ലോഗ് എന്താകും, എക്സ് റൈസ് ടു സൈൻ എക്സ് ആവും. അങ്ങനെ ലോഗ് ഇട്ട് കഴിഞ്ഞാൽ ഈ മണ്ടേലിരിക്കുന്നവർ എന്ത് ചെയ്യും, ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ സൈൻ എക്സ് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നാൽ പിന്നെ അവിടെ ലോഗ് എക്സ് മാത്രമാവും. അപ്പോൾ ഈ സൈൻ എക്സ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ലോഗ് വൈ ഈസിക്കൽ ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക 2 സൈഡിലും. അപ്പോൾ 2 സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ലോഗ് വൈയുടെ ഡിഫറൻഷിയേഷൻ എന്താണ്, 1/y ഇൻറ്റു dy/dx എന്ന് വരും. അപ്പോൾ 2 സൈഡിലും എന്ത് ചെയ്യുക, പിന്നെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 2 സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ലോഗ് വൈ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സിൻ്റെ ഡിഫറൻഷിയേഷൻ എന്താ, 1/x ആണ്. പക്ഷേ വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണ പോലെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്റു dy/dx അടിക്കണം. വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പിന്നെ സൈൻ എക്സ് ചെയ്തു, ഇത് പ്രൊഡക്റ്റാണ്, ഇത് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സൈൻ എക്സിനെ ആദ്യം പുറത്താക്കുക, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ലോഗ് എക്സിനെ പുറത്താക്കുക, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇനി 1/y ഇൻറ്റു dy/dx, സൈൻ എക്സിനെ അതുപോലെ നിർത്തി, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x ആണ്. പ്ലസ് ലോഗ് എക്സിനെ പുറത്താക്കി, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് എക്സ് ആണ്. ഇനി dy/dxനെ അവിടെ നിർത്തി വൈനെ അങ്ങോട്ട് കൊണ്ടുപോകണം, കാരണം നമുക്ക് dy/dx കണ്ടാൽ മതി. അപ്പോൾ വൈനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 1/y എന്നുള്ളത് എന്താവും, ഇൻറ്റു വൈ എന്നാകും. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എന്തായി, dy/dx കണ്ടു, ഡെറിവേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്ത് എത്തി എന്നുള്ളതാണ്. ഇനി വൈൻ്റെ സ്ഥാനത്ത് എന്തായി, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വൈ എന്താണ്, വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ അല്ലേ, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, എക്സ് റൈസ് ടു സൈൻ എക്സ് ആണ്. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിനകത്ത് ആൻസർ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എക്സ് റൈസ് ടു സൈൻ എക്സ് എന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ മണ്ടയിൽ കയറി നിൽക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ആണെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് എന്ന് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യുക, ഇതിപ്പോൾ y ഈക്വൽ ടു എക്സ് റൈസ് ടു സൈൻ എക്സ് ആണല്ലോ, 2 സൈഡിലും ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. എന്താണ്, ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്. 2 സൈഡിലും എന്ത് ചെയ്യുക, ലോഗ് എന്നിട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ലോഗ് y ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റൈസ് ടു സൈൻ എക്സ് എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ വരും. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് വൈ, ഇപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് വൈ അതേപോലെ തന്നെ നിർത്തുക. ഈ സൈൻ എക്സ് ഉണ്ടല്ലോ, ഈ സൈൻ എക്സ് അതിനെന്ത് ചെയ്യുക, ഫ്രണ്ടിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇനി ബാക്കി എന്താകും, ലോഗ് എക്സ് എന്നാകും. മനസ്സിലായോ? ലോഗ് വൈ ഈക്വൽ ടു എന്താണ്, സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്നായി. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ, എളുപ്പമല്ലേ ഇത്? ഇതുവരെ അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ലോഗ് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ സൈൻ എക്സ് എന്ത് ചെയ്തു, മണ്ടേന്ന് നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നിറങ്ങി. അപ്പോൾ സൈൻ എക്സിനെ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചൂണ്ട ഇട്ട് കൊടുക്കുന്നതാണ് ലോഗ്. അപ്പോൾ ലോഗ് കാണുമ്പോൾ സൈൻ എക്സ് എന്ത് ചെയ്യും, എക്സിൻ്റെ മേലെ നിന്ന് മണ്ടേന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആയി. ഇനി നമ്മൾ ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. നമ്മൾ എന്ത് ചെയ്യുക, ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. 2 സൈഡിലും ഇനി എന്ത് ചെയ്യുക, അയാൾ മണ്ടേന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഡെറിവേറ്റീവ് എടുക്കാം. ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. കാരണം അയാൾ മണ്ടയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം തലയിൽ കയറി നിൽക്കുമ്പോഴേ അതിനകത്ത് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആൾ തലയും കുത്തി വീണാലോ
അപ്പോൾ അതുകൊണ്ടേ നമ്മൾ അയാളൊന്ന് ഇറക്കിയതിൻ്റെ ശേഷം ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ആളെ ശരിയാക്കിയതിന് ശേഷം ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x ആണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. അത് കാണാതെ പഠിക്കണം. അങ്ങനെയെങ്കിൽ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് അപ്പോൾ 1/y അല്ലേ? പക്ഷേ y ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ dy/dx ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മിസ്മാച്ച് ഉണ്ട് വൈയും എക്സും. അപ്പോൾ തൽക്കാലം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക, വൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലോഗ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ അടിയിൽ dy/dx ആണെങ്കിൽ, അടിയിൽ dx ആണെങ്കിൽ നമുക്ക് dy/dx കാണാനാണ്, മനസ്സിലായില്ലേ? അടിയിൽ എക്സ് ആണെങ്കിൽ വൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എപ്പോഴും സാധാരണ പോലെ ചെയ്തിട്ട് ഇൻറ്റു ഒരു dy/dx അടിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1/y ഇൻറ്റു dy/dx എന്നാണ് വരിക. ഇനി സൈൻ എക്സിന് എന്ത് ചെയ്യുക? ഇത് പ്രൊഡക്റ്റ് റൂളാണ്. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പോൾ രണ്ട് സാധനങ്ങളുടെ ഗുണിക്കുമ്പം ഡെറിവേറ്റീവ് എടുക്കുമ്പം എന്താണ്? അപ്പോൾ ഒരുമിച്ച് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഒരാളെ പുറത്താക്കുക സൈൻ എക്സിനെ, എന്നിട്ട് മറ്റേ ആൾ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക. പ്ലസ് ഇനി നേരത്തെ ആളെന്ത് ചെയ്യുക? പുറത്താക്കുക ലോഗ് എക്സിനെ, എന്നിട്ട് മറ്റേ എടുക്കാത്ത നേരത്തെ പുറത്താക്കിയ ആളെ ഇപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അതാൾ രണ്ടാളും കൂടി ഇങ്ങനെ ഗുണനായിട്ട് നിൽക്കുമ്പോഴേ ഒരുമിച്ച് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവരിങ്ങനെ, അപ്പോൾ ഒരാളെ പുറത്താക്കിയിട്ട് വേണം മറ്റേ ഡെറിവേറ്റീവ് എടുക്കാൻ, എന്നിട്ട് മറ്റേ ആളെ പുറത്താക്കിയിട്ട് വേണം. അപ്പോൾ നമുക്ക് ഒരു സമയം ഒരാളെ ഡെറിവേറ്റീവ് എടുക്കാൻ പാടുള്ളൂ. അതാണ് ഡെറിവേറ്റീവ് ഗെയിമിലെ റൂള്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൈൻ എക്സിനെ പുറത്താക്കി ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, ലോഗ് എക്സിനെ പുറത്താക്കി സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ഇനി 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് അവിടെ നിന്നോട്ടെ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? അത് 1/x ആണ്, അപ്പോൾ കുഴപ്പമില്ല. പ്ലസ് ലോഗ് എക്സ് അവിടെ നിന്നോട്ടെ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. ഇനി നമുക്ക് dy/dx അല്ലേ കാണേണ്ടത്. അപ്പോൾ ഈ 1/y ഉണ്ടല്ലോ, ഇതിനെ ഇവിടെ നിന്ന് നമുക്ക് മാറ്റണം. കാരണം നമുക്ക് ഡെറിവേറ്റീവ് മതിയല്ലോ. അപ്പോൾ 1/y എന്ന് പറഞ്ഞാൽ അടിയിലല്ലേ y, അതിനങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അത് ഇൻറ്റു y എന്ന് പറഞ്ഞിട്ട് ഈ ബാക്കി സാധനങ്ങളൊക്കെ അതുപോലെ എഴുതുക. സൈൻ എക്സ് ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ഇതുവരെ അതിനകത്ത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതുവരെ ഓക്കെയാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പം ഇതിനകത്ത് എവിടെയും ഡൗട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. നോക്കിയിട്ട് മനസ്സിലായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ചേ. മനസ്സിലായവർ അപ്പോൾ ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഈ വൈയിന് അതിൻ്റെ ആ സ്ഥാനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? dy/dx ഈക്വൽ വൈ എന്താ? വൈ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു സൈൻ എക്സ് ആണ്. അപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? എക്സ് റേസ് ടു സൈൻ എക്സ് എന്നിട്ട് കൊടുക്കുക. വൈൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? എക്സ് റേസ് ടു സൈൻ എക്സ് എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യുക? ബാക്കി ഈ സാധനം അതേപോലെ എഴുതുക. സൈൻ എക്സ് ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഒന്ന് സൂം ചെയ്താൽ മതി. ഓക്കെ, അപ്പം മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഇത് അടിപൊളിയാണ്, വളരെ സിമ്പിളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേ. കമോൺ. യെസ്. അപ്പം ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാം. അപ്പം ഇതങ്ങോട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഈ സംഭവം y x raised to sin x ആണ്. ഫൈൻഡ് dy/dx. ഫൈൻഡ് dy/dx. അപ്പം ഇത് അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അപ്പോൾ ഫൈനൽ ആൻസർ ഇതാണ്. sin x ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നോക്കാം. ഒറ്റ മിനിറ്റ്, ഒരാൾക്ക് എന്തോ ഒരു ഇഷ്യൂ പറയുന്നു.
സോ നമ്മൾ അതിനകത്ത് പവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പം ഇനിയുള്ളത് ഇതാണ് എക്സ് റൈസ് ടു എക്സ്. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോജിക്ക് വെച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൻ്റെ മണ്ടയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. ലോഗ് വൈ ഈസിക്കൽ ടു എന്ത് വരും? ലോഗ് എക്സ് റൈസ് ടു എക്സ് എന്ന് വരും. അപ്പോൾ ലോഗ് വൈ ഈസിക്കൽ ടു ആ എക്സ് ഇങ്ങോട്ട് ഇറങ്ങി എഴുതിയിട്ട് എക്സ് ലോഗ് എക്സ് എന്ന് വരും. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? ഇനി അങ്ങോട്ട് ലോഗ് വൈ ഈസിക്കൽ ടു നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെ സിമ്പിളായിട്ട് അങ്ങോട്ട് എടുക്കുക, വൈയിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. ദാറ്റ്സ് ഓൾ. അതിനകത്ത് കഴിഞ്ഞു. 1 + log x ഇൻറ്റു എക്സ് റൈസ് ടു എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് എക്സ് റൈസ് ടു എക്സ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വൈ ഈസിക്കൽ ടു എന്താണ്? എക്സ് റൈസ് ടു എക്സ് ആണ്. അപ്പം ഇത് ഒരു ഫംഗ്ഷൻ്റെ മുകളിൽ മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പം മണ്ടേ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. ഒരാൾ തലയിൽ കയറി നിൽക്കുമ്പം ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് ചെയ്യും? അയാൾ തലയും കുത്തി വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യണം? താഴെ ഇറക്കണം. അപ്പോൾ നമ്മൾ നേരെ പോയി ഡെറിവേറ്റീവ് എടുത്താൽ എന്താണ്? ആകെ പ്രശ്നമാണ്, അതിനകത്ത് അയാളുടെ തല പോകും. അപ്പോൾ അതുകൊണ്ടേ നമ്മൾ അയാളെ മെല്ലെ എന്ത് ചെയ്യണം? ഒരു ലോഗ് ഇട്ട് കൊടുക്കുക. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ലോഗ് വൈ ഈസിക്കൽ ടു എന്ത് വരും? ലോഗ് ഇവിടെ എന്താണ് പറഞ്ഞത്? നമ്മളോട് നേരിട്ട് dy/dx കാണാനാണ്. അപ്പോൾ ഒരാളെ മണ്ടയിൽ വെച്ച് തന്നിട്ട് dy/dx കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പോയിട്ട് ഡെറിവേറ്റീവ് എടുക്കാൻ പാടില്ല. ഇതിനെന്ത് ചെയ്യും? രണ്ട് സൈഡിൽ ലോഗ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലോഗ് വൈനും ലോഗ് ഇട്ട് കൊടുത്തു, ഇവിടെയും ലോഗ് ഇട്ട് കൊടുത്തു. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ലോഗ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ലോഗ് വൈ ലോഗ് എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ഫൈൻഡ് dy/dx എന്നാണ്. അപ്പോൾ നമുക്ക് ഇനി അതിനകത്ത് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഗതി അതിനകത്ത് നമ്മൾ ചെയ്തു. ഇനി ഈ ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. എന്താണ്? ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ ലോഗ് വൈ എന്താ വരിക? 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു എക്സ് എന്താ വരിക? എക്സ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അയാൾ എന്താകും? എക്സ് ലോഗ് എക്സ് എന്നാകും. എക്സ് ലോഗ് എക്സ്. ഇനി എന്ത് സംഭവിക്കും? ഇനി നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാം. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുന്നേ ഉള്ളൂ. ഇവിടെ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് എടുത്തിട്ടില്ല. ഇവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ആദ്യം തന്നെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുന്നതിന് മുന്നേ ഇയാളെ ഇങ്ങോട്ട് മാറ്റി ഇറക്കിയതിന് ശേഷം ഡെറിവേറ്റീവ് എടുത്താൽ മതി. മനസ്സിലായില്ല? അപ്പോൾ ഇയാളെ ലോഗ് വൈ, ഇത് ലോഗ് വൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തി. ഇവിടെ എന്താക്കി? ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് മറിച്ചു. ഇയാൾ ഈ ഫ്രണ്ടിലേക്ക് വന്നു, തലേന്ന് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെയായി. ഇനിയാണ് ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് എഴുതിയാൽ മതി. ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ അയാളെ ഇറക്കിയതിന് ശേഷം ഒരു ലോഗ് ഇട്ടെടുത്ത് ലോഗ് വൈ ആക്കി. അയാളെ ഫ്രണ്ടിലേക്ക് വന്നു, എന്നിട്ട് ലോഗ് എക്സ് ആയി. ഇനി ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് വരും ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/y ഇൻറ്റു dy/dx ആണ്. ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സിനെ പുറത്താക്കുക, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ലോഗ് എക്സിനെ പുറത്താക്കുക, എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. dy/dx ഓഫ് എക്സ്. അപ്പോൾ ആദ്യം എക്സിനെ പുറത്താക്കി ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. പിന്നെ ലോഗ് എക്സിനെ പുറത്താക്കി എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. പ്ലസ് ലോഗ് എക്സ് അവിടെ നിന്നോട്ടെ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് ഇൻറ്റു 1/x എന്ന് പറഞ്ഞാൽ ഈ എക്സും ഈ എക്സും കൂടി കട്ടാകും. അപ്പോൾ എന്തായി മാറും? 1 എന്നായി മാറും. എക്സും അടിയിലും മുകളിലും കട്ടായി പോവും. അപ്പോൾ അവിടെ 1 ഉണ്ടാവും. 1 ഈക്വൽ ടു ലോഗ് ഇൻറ്റു എക്സ് ഇൻറ്റു 1. ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ വരെ 1 + log x ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും 1/y ഇൻറ്റു dy/dx ഈസിക്കൽ ടു എന്ത് വരും? 1 + log x എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കാണണം? dy/dx അവിടെ നിർന്നിയിട്ട് ഈ 1/y ഉണ്ടല്ലോ, അതിനെ അങ്ങോട്ട് എന്ത് ചെയ്യുക? കൊണ്ടുപോകുമ്പോൾ y എന്നാകും ഇൻറ്റു 1 + log x എന്നാകും. വൈന് എന്ത് ചെയ്യുക? ഇത് മാറ്റി കൊടുക്കുക. അപ്പോൾ dy/dx എന്ത് വരും? എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 + log x എന്ന് വരും. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ലോട്ടറി ആണെന്നങ്ങ് വിചാരിച്ചാൽ മതി. എളുപ്പമല്ലേ ഇത്? എളുപ്പമല്ലേ? നോക്കിയേ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. നോക്കിയിട്ട് ആദ്യം നമുക്ക് മണ്ടയിൽ കയറിയിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഇറക്കണം. അതിന് വേണ്ടിയിട്ട് ലോഗ് ഇട്ട് കൊടുത്തു. പിന്നെ അപ്പോൾ ലോഗ് ഇട്ടപ്പോൾ അത് മണ്ടയിൽ നിന്ന് ഇറങ്ങി വന്നു ഫ്രണ്ടിലോട്ട്. അപ്പോൾ ലോഗ് വൈ ഈസിക്കൽ ടു എക്സ് ലോഗ് എക്സ് എന്നായി. ഈ എക്സ് എന്ത് ചെയ്തു? ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ എക്സ് ലോഗ് എക്സ് ആയി.
ഇനി ഡെറിവേറ്റീവ് എടുക്കുക. ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ് 1/y ഇൻറ്റു dy/dx ആണ്. എക്സിനെ പുറത്താക്കി ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ലോഗ് എക്സിനെ പുറത്താക്കി എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ഇനി എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/x ആണ്. പ്ലസ് ലോഗ് എക്സ് അവിടെ ഉണ്ട്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ്. അപ്പം ഇങ്ങനെ വന്നു. ഇനി എക്സും 1/xഉം എക്സ് ഇൻറ്റു 1/x എന്നാണ്. അപ്പം മുകളിലും താഴെയും കട്ടായി പോകും. അപ്പോൾ അവിടെ 1 എന്നാണ് വരിക. എക്സും 1/xഉം കട്ടായി പോയി കഴിഞ്ഞാൽ എന്താ വരിക 1 ആണ്. പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ ലോഗ് എക്സ് തന്നെയാണ്. ഇനി എന്ത് വരും 1/y ഇൻറ്റു dy/dx എന്ന് പറഞ്ഞാൽ 1/y ഇൻറ്റു dy/dx എന്ന് പറഞ്ഞാൽ എന്താകും 1/y ഇൻറ്റു dy/dx = x കട്ടായി 1 പ്ലസ് ലോഗ് എക്സ് ആയി. dy/dx എന്ന് പറഞ്ഞാൽ എന്ത് വരും ഈ വൈയിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതാ dy/dx = 1 പ്ലസ് ലോഗ് എക്സിൻ്റെ കൂടെ ആ വൈ ഗുണിക്കാൻ വരും. വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x⁻x ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ ആണോ? എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. y = x⁻x ഫൈൻഡ് y dy/dx. അപ്പം ഇത് ഫൈനൽ ലാസ്റ്റിലാണ് ഇത് ചെയ്യേണ്ടത്. ദിസ് ഈസ് ഇവിടെ നിന്ന് ബാക്കി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പം ഇതിനകത്ത് ഇനി നമുക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പവർ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് പിന്നീട് വരുന്നത്. ഇത് 3 മാർക്കിന് മാർച്ച് 2020 വന്നതാണ്. y x⁻xഉം x⁻sin⁡. അപ്പം ഇത് നമുക്ക് പ്രത്യേകിച്ച് എന്തില്ല, പ്രത്യേകിച്ച് അങ്ങനെ സെപ്പറേറ്റ്ലി ഒന്നും ചെയ്യാനില്ല. നമ്മൾ രണ്ടിൻ്റെയും എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തതാണ് ഇത് രണ്ടും. ഇപ്പം അത് രണ്ടും കോമ്പിനേഷൻ വന്നു എന്നുള്ളൂ. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണ്, x⁻sin⁡ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, x⁻x ഇപ്പം ചെയ്തു തൊട്ട് മുന്നേ. അപ്പം ഇതിനെ അങ്ങനെ dy/dx എടുക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആക്കി രണ്ടിനും ഡെറിവേറ്റീവ് കൊടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ആദ്യം ഒന്നിൻ്റെ ചെയ്യുക, പിന്നെ മറ്റേൻ്റെ ചെയ്യുക. ഫൈനലി 2 ഉത്തരങ്ങളും കൂടി എന്ത് ചെയ്താൽ മതി, കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. ഇതിൻ്റെ ഉത്തരം ഇങ്ങനെ കിട്ടും. അപ്പോൾ മറ്റേൻ്റെ ഉത്തരം കൂടി എന്ത് ചെയ്യും, കൂട്ടി എഴുതുക. ഇത് പറഞ്ഞത് മനസ്സിലായോ? അതായത് നമ്മൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇതിപ്പം എന്താ ഫംഗ്ഷന്, y = x⁻x എന്നാണ്, പ്ലസ് x⁻sin⁡ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ x⁻xൻ്റെത് ചെയ്യുക, ഡെറിവേറ്റീവ് എന്ത് ചെയ്യുക, x⁻xൻ്റെ അതായത് x⁻xൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുക്കുക, ഇതാ x⁻xൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് അറിയാമല്ലോ, ലോഗ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനൊരു ഫംഗ്ഷനാക്കി എടുക്കുക. ഇപ്പം ഇതിനെ u എന്ന് കൊടുക്കുക, ഇതിനെന്ത് ചെയ്യുക v എന്ന് കൊടുക്കുക. അപ്പോൾ y = u + v എന്നാണ്. ഇനി നിങ്ങൾ u എന്ന് പറഞ്ഞാൽ എന്താണ്, x⁻x ആണ്. u എന്ന് പറഞ്ഞാൽ എന്താണ്, x⁻x ആണ്. അപ്പം നിങ്ങളിവിടെ dy/dx എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക, ഇതിൻ്റെയും എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇതിനെ ഇതിനെ v എന്നാക്കിയാൽ y കാണാൻ നമുക്ക് ആദ്യം യുവിനെ ഡെറിവേറ്റീവ് എടുക്കുക, നേരത്തെ ചെയ്ത പോലെ. du/dx = അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പം ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ 2 സൈഡിലും എന്ത് ചെയ്യണം, ലോഗ് ഇട്ട് കൊടുക്കണം. അപ്പം log u = x log x എന്നാകും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, du/dx കിട്ടും. മനസ്സിലായില്ലേ? log u എന്ന് പറഞ്ഞാൽ 1/u × du/dx. അപ്പം അവിടെ നിന്ന് നമുക്ക് du/dx കിട്ടും. മനസ്സിലായില്ലേ? അതേപോലെ ഇതിനെയും ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, dv/dx കിട്ടും. അപ്പം dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഡെറിവേറ്റീവുകൾ എടുക്കുന്നതല്ല, അത് കൂട്ടിയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇത് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ലൈക്ക്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. അപ്പം ഇതാണ് ഇതിനകത്ത്. അപ്പം ഞാനിതിനകത്ത് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചെയ്ത് പറഞ്ഞുതരാം. ഇതിനകത്ത് y = എന്ത് കൊടുക്കുക, x⁻x ഉം
പ്ലസ് എക്സ് റൈസ് ടു സൈൻ എക്സുമാണ്. അപ്പോൾ നമ്മളിതിനെ വൈ ഈസ് ഈക്വൽ ടു എന്താക്കി, യു എന്നും പ്ലസ് വി എന്നുമാക്കി. ഇനി നമ്മൾ ഒറ്റയ്ക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. വൈ ഈസ് ഈക്വൽ ടു എന്താണ്, ഇതിനകത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ ഡെറിവേറ്റീവ് എടുക്കണം, യുവിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം പ്ലസ് വിൻ്റെയും എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഡി യു ബൈ ഡി എക്സ് എടുക്കുക. അപ്പോൾ നമ്മുടെ യു എന്താണ്, യു എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എക്സ് അല്ലേ, അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക. യു എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് റൈസ് ടു എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡി യു ബൈ ഡി എക്സ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം എങ്ങനെ പവർ ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ലോഗ് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡിൽ. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ലോഗ് യു ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റൈസ് ടു എക്സ് എന്ന് വരും. അപ്പം 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നാണ് വരിക, ഈക്വൽ ടു എക്സ് ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിൽ വരും, എക്സ് ലോഗ് എക്സ് എന്നാണ് വരിക. അപ്പോൾ നമ്മൾക്ക് ഡി യു ബൈ ഡി എക്സ് യുവിൻ്റെ ഡെറിവേറ്റീവാണ് വിത്ത് റെസ്പെക്റ്റ് എക്സ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1/u ഉണ്ടായിക്കോട്ടെ, ലാസ്റ്റ് മാറ്റിയാൽ മതി. എക്സിനെ പുറത്താക്കുക, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക പ്ലസ് ലോഗ് എക്സിനെ പുറത്താക്കുക, എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡി ബൈ ഡി എക്സ്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ എന്താ 1/x ആണ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 ആണ്. അപ്പം എന്ത് വരും, 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇങ്ങനെയാകും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വീനെ യു ആണ് ഡി യു ആണ്, ഡി യു വി അല്ല യു ആണ്, ഡി യു ബൈ ഡി എക്സ് 1/u ഇൻറ്റു ഡി യു. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്ത് ചെയ്യും, ആ യുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി യു ഇൻറ്റു എന്നാകും. ഇവിടെ എക്സ് വെട്ടി നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു, ലോഗ് എക്സ് ഇൻറ്റു 1 എന്താണ്, ലോഗ് എക്സ് ആണ്. അപ്പോൾ യു ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ആവും. യു എന്താണ്, യു എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എക്സ് ആണ്. അപ്പോൾ യുവിന് പകരം നമ്മൾ എന്താ, ഈ എക്സ് റൈസ് ടു എക്സ്. അപ്പോൾ ഇവിടെ ഡി യു ബൈ ഡി എക്സ് എന്ത് കിട്ടി, ഫൈനലി നമ്മുടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ഞാനിവിടെ എഴുതി വെക്കാം മുകളിൽ, ഡി യു ബൈ ഡി എക്സ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ യുവിന് പകരം എന്താണ്, എക്സ് റൈസ് ടു എക്സ് 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ 1. അപ്പോൾ ഇത് കിട്ടി ഡി യു ബൈ ഡി എക്സ്. ഇനി ഡി വി ബൈ ഡി എക്സ് നേരത്തെ ചെയ്ത പോലെ വീണ്ടും ചെയ്യാം. വി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് റൈസ് ടു സൈൻ എക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ് വരിക, ഡെറിവേറ്റീവ് എടുക്കുന്നതിന് മുന്നേ പവർ മുകളിൽ എക്സ്പൊണൻഷ്യൽ ആണെങ്കിൽ അതിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ലോഗ് വി എന്ന് കൊടുക്കണം. ലോഗ് വി ഈസ് ഈക്വൽ ടു എന്താണ്, ലോഗ് ഓഫ് എക്സ് റൈസ് ടു സൈൻ എക്സ് എന്ന് കൊടുക്കണം. അപ്പം 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്നാണ് വരിക, ഈക്വൽ ടു സൈൻ എക്സ് ഫ്രണ്ടിലോട്ട് വരും ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. ഇനി ഇത് പ്രൊഡക്റ്റ് റൂൾ, ഡെറിവേറ്റീവ് ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്, ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. അപ്പം എന്ത് വരും, അപ്പം വരിക 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. അത് ഇതിന് മുന്നേ നമുക്ക് എഴുതണം ഇങ്ങനെ, ലോഗ് വി ഈക്വൽ ടു ലോഗ്, അതിന് മുന്നേ ഒരു മിനിറ്റ്, നമ്മളിങ്ങനെ എഴുതുമ്പോഴേ ആദ്യം ഡെറിവേറ്റീവ് എടുക്കണ്ടല്ലോ, ലോഗ് വി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം, ലോഗ് വി സമം ആ സൈൻ എക്സ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എഴുതണം. എന്നിട്ട് ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡാണ്. അപ്പോഴാണ് 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സിനെ പുറത്താക്കുക, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക പ്ലസ് ലോഗ് എക്സിനെ പുറത്താക്കുക, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് 1/v എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എഴുതുമ്പം ഡി വി ബൈ ഡി എക്സ് അവിടെ എഴുതുക, ഡി വി ബൈ ഡി എക്സ് ഇത് വേറെയാണ്. വീനെ അപ്പുറത്തേക്ക്, ഇതിനെ 1/v അവിടെ നിന്നോട്ടെ, തൽക്കാലം ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വീനെ മാറ്റിയാൽ മതി. ഇവിടെ ഇപ്പം തൽക്കാലം എന്താക്കുക, 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് അത് അവിടെ നിന്നോട്ടെ, സൈൻ എക്സ് ആയിട്ട് അവിടെ നിന്നോട്ടെ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം 1/x ആണ് പ്ലസ് ഇനി ലോഗ് എക്സ് അവിടെ പുറത്തുണ്ട്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്. അപ്പം നമുക്കിതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഡി വി ബൈ ഡി എക്സ് എന്ത് കിട്ടും, ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ വി അപ്പുറത്ത് കൊണ്ടുപോകുക. എന്നിട്ട് അപ്പം എന്താണ്, സൈൻ എക്സ് ബൈ എക്സ് എന്ന് വരും, സൈൻ എക്സ് ഇൻറ്റു 1 സൈൻ എക്സ് ആണ് ബൈ എക്സ് എന്ന് വരും, പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതും കിട്ടി ടി വി ബൈ ഡി എക്സ്. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്താൽ മതി, ഡി യു ബൈ ഡി എക്സിന് എന്ത് ചെയ്യുക, ഇത് അവിടെ അതിൻ്റെ സ്ഥാനത്ത് എഴുതി വെക്കുക. ഡി വി ബൈ ഡി എക്സിനോ
അതിന് ഇതും അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. മനസ്സിലായോ? മനസ്സിലായോ? അപ്പം ഇതത്രയേ ഉള്ളൂ. അതിനകത്ത് ഇതിന് ആക്ച്വലി 3 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതിനകത്ത്. ഇനി നിങ്ങളിത് ആൻസർ എഴുതുമ്പോൾ dy/dx വരുമ്പോൾ dv/dxന് എന്ത് ചെയ്യുക, അതിൻ്റെ 1 എന്ന് എഴുതി വെക്കുക. അപ്പം v നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, v എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. പിന്നെ u എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഇനി ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക, ഇത് dy/dx എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഇതിൻ്റെ ആൻസറും എന്ത് ചെയ്യുക, അങ്ങ് കൂട്ടി എഴുതി വെക്കുക. du/dx ഇത് കിട്ടിയിട്ടുണ്ട്, dv/dx ഇത് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും ഇവിടെ എഴുതിയിട്ട് ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ വലുതാവും. അതാണ് dy/dx. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഡെറിവേറ്റീവ് എടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സംഭവം അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഇതിനെ സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇത് നിങ്ങളെടുത്ത് ഇതെടുത്ത് വെക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇവിടെ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വിയും യുയും വിയും ആക്കിയിട്ടുണ്ട്. ഇത് യു ആണ്, ഇത് വി ആണ്. അപ്പം ഇതിനകത്ത് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ഇത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ചെയ്തു, പിന്നെ വീൻ്റെ രണ്ടാമത്തെ ചെയ്തു. അപ്പം ഇതിനകത്ത് ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ വൈസ് ഇതൊക്കെ എടുത്തല്ലോ, സ്ക്രീൻഷോട്ട് എടുത്തു. പിന്നെ ഇതിൻ്റെ എടുത്തു, പിന്നെ ഇതിൻ്റെ എടുത്തു, പിന്നെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടി അവസാനം കൂട്ടിച്ചേർത്ത് വെച്ചു. രണ്ടും കൂടി അവസാനം എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്ത് അങ്ങ് എഴുതി. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, പിന്നീട് ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് കണ്ടില്ലേ, log x റൈസ് ടു log x. ഇതിപ്പം റീസെൻ്റ് 2025 വന്നതാണ്, കഴിഞ്ഞ 2025 വന്നതാണ്. log xൻ്റെ മണ്ടയിൽ log x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഡെറിവേറ്റീവ് എന്നാണ്. അപ്പോൾ നിങ്ങളിതിപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഇതിന് y എന്ന് കൊടുക്കണം. നമ്മൾ y ഇല്ലെങ്കിൽ എന്താക്കണം, y എന്നങ്ങ് കൊടുക്കണം. എന്നിട്ട് രണ്ട് സൈഡിൽ ലോഗ് കൊടുക്കുക. അപ്പോൾ y എന്തായി, ലോഗ് y ആയി. ഇവിടെ ലോഗ് ഓഫ് ഈ സാധനം വരും, മനസ്സിലായില്ലേ? അപ്പോൾ ലോഗിൻ്റെ ഒരു കളിയായിരിക്കും. ഈ log x ഫ്രണ്ടിലേക്ക് വരും. ലോഗ് y = log x ഇൻറ്റു ലോഗ് ഓഫ് log x എന്ന് വരും. ഈ സ്റ്റെപ്പ് ഇതുവരെ ചെയ്തതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രത്യേകിച്ചൊന്നുമില്ല, എളുപ്പമല്ലേ? ഈ log x ഫ്രണ്ടിലേക്ക് വന്നു. ബാക്കി ഇത് ഇതേപോലെ log ഓഫ് log x. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഇനി അതിനകത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പം log y-ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/y ഇൻറ്റു dy/dx അല്ലേ? log y-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/y ഇൻറ്റു dy/dx ആണ്. log x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, log x ഇൻറ്റു d/dx ഓഫ് log x പ്ലസ് log ഓഫ് log x ഇൻറ്റു d/dx ഓഫ് log x. മനസ്സിലായോ? അതായത് log y-ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/y ഇൻറ്റു dy/dx. log x അങ്ങനെ പുറത്താക്കി. ഇത് രണ്ട് സാധനങ്ങളാണ്. ആദ്യം log x-നെ പുറത്താക്കി, log ഓഫ് log x-ൻ്റെ എടുത്തു, പ്ലസ് log ഓഫ് log x-നെ പുറത്താക്കി, log x-ൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ഇനി 1/y d/dx എന്താണ്, log x അതേപോലെ തന്നെയാണ്. log ഓഫ് log x എങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുക്കുക, ആദ്യം നമ്മൾ ലോഗിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. log ഒരു സാധനം, 1/, ആ സാധനം എന്ന് വരും, 1/, ആ സാധനം. log x എന്ന് പറഞ്ഞാൽ 1/, log x ആണ്. log x എന്താണ്, 1/x അല്ലേ? log മാങ്ങ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുക, 1/, മാങ്ങ എന്നാണ്. ഇൻറ്റു മാങ്ങയുടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ log ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ log മാങ്ങ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക, ആദ്യം ലോഗിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. log ഒരു സാധനം എന്ന് പറഞ്ഞാൽ 1/, ആ സാധനമാണ്. അപ്പോൾ 1/, മാങ്ങ എന്ന് വരും. ഇൻറ്റു മാങ്ങയുടെ ഡെറിവേറ്റീവ് എടുക്കണം. അതിപ്പം തൽക്കാലം മാ എന്നായിക്കോട്ടെ. അപ്പോൾ ഇൻറ്റു മാ എന്ന് വരും. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ഇതിനകത്ത് എന്ത് വന്നത്, log ഓഫ് log x-ൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. എന്തെടുക്കണം, log ഓഫ് log x-ൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം.
അപ്പോൾ ആദ്യം ലോഗിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ലോഗ് ഒരു സാധനം, ഇത് മാങ്ങ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ലോഗ് മാങ്ങയാണെങ്കിൽ എന്താ 1 മാങ്ങയല്ലേ. അപ്പോൾ ലോഗ് എക്സ് എന്താ 1 log x ആണ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ നമുക്കറിയാം 1 x ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. ഒരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വന്നാൽ ആദ്യം ഫസ്റ്റത്തേൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 1 ആ സാധനം ഇൻറ്റു ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, log x അത് അതുപോലെ തന്നെ എഴുതി അതിനെ പുറത്താക്കി. log xൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 x ആണ്. ഇനി log xും വെട്ടിപ്പോയി. ഇവിടെ ഉണ്ടാവുക 1 x ഉണ്ടാകും. ഇവിടെ എന്തുണ്ടാകും, ഇനി 1 x ഉണ്ടാകും. ഈ ടേമിൽ log xും ഇവിടെയും 1 x ഉണ്ട്. അപ്പോൾ 1 x രണ്ടിലുണ്ടായതുകൊണ്ട് തന്നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 1 + log x എന്നുണ്ടാകും. ബാക്കി ഇവിടെ 1/y × dy/dx എന്നുണ്ടാകും. അതായത് ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പോകുമ്പം ഇതാ, ഇപ്പം നമുക്ക് സാധനം ഇങ്ങനെയാണ് ഇവിടെ കിട്ടിയത്. log xനെ അങ്ങ് വെട്ടും. അപ്പോൾ ബാക്കി അവിടെ എന്താ 1 x മാത്രമാകും. പിന്നെ log x 1 x അത് അതുപോലെ എഴുതി. ഇനി ഇതിൽ 1 x ഉണ്ട്, ഇതിൽ 1 x ഉണ്ട്. അപ്പോൾ 1 xനെ കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇതിലാകെ ഈ ടേമിൽ 1 x ആണ് പ്ലസ്. അപ്പോൾ അത് പോന്നാൽ പിന്നെ അവിടെ 1 ആണ് ഉണ്ടാവുക. അത് പുറത്തേക്ക് എടുത്തു നമ്മൾ. പ്ലസ് ഇതിന്ന് 1 x പോന്നാൽ ഇതിൽ ബാക്കി log x ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും എന്ത് ചെയ്തു, 1 x ഇവിടെ ഒരു ഇതൊരു ടേമാണ്. ഈ പ്ലസ് വരുന്നതിന് മുന്നേ ഒരു ടേമാണ്. ഇൻറ്റു വന്നാൽ ഇതെല്ലാം ഒറ്റ ടേമാണ്. അപ്പോൾ ഈ രണ്ട് ടേമുകളിലും എന്തുണ്ട്, 1 x ഉണ്ട്. ഇവിടെ 1 x മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പുറത്തേക്ക് പോന്നാൽ പിന്നെ അവിടെ ഒന്നുമില്ല, 1 എന്നാണ് അപ്പോൾ എഴുതേണ്ടത്. ഇതിന്ന് 1 x പോയാൽ ബാക്കി അതുണ്ടാകും. 1 x പുറത്തേക്ക് വന്നാൽ അത് രണ്ടു പേർക്കും ഉണ്ട് എന്നാണ് കോമൺ ബ്രാക്കറ്റ് ഇട്ടത്. ഇനി നമുക്ക് dy/dx ആണ് വേണ്ടത്. അപ്പോൾ ഈ y-ന് എന്ത് ചെയ്യുക, അപ്പുറത്തേക്ക് മറിക്കുക. അപ്പം 1 x ഇൻറ്റു ഇത് ഇൻറ്റു ഈ y, ഇവിടെ ഉണ്ടായിരുന്ന y എന്ത് ചെയ്തു, അതാ ഇവിടേക്ക് വന്നു, ഇൻറ്റു y. y എന്താണ്, y എന്ന് പറഞ്ഞാൽ log അതല്ലേ, അതങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ y-ക്ക് എന്ത് ചെയ്തു, അതിൻ്റെ വാല്യൂ അങ്ങ് കൊടുത്തു. y എന്ന് പറഞ്ഞാൽ എന്താണ്, log x ആണ്. അപ്പോൾ അത് കൊടുത്തു, വേറെ ഒന്നുമില്ല, സെയിം. അപ്പം ഇതിനകത്ത് ഇങ്ങനെയാണ് ഇതിനകത്ത്. അപ്പം ഇത് ചെയ്ത രീതി മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഈ സംഭവം നിങ്ങളതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പോയിട്ട് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ അതിനകത്ത് ഇതൊക്കെ കഴിഞ്ഞ റീസെൻറ്റ് 2025 വന്നതാണ്. കഴിഞ്ഞ പബ്ലിക് എക്സാമിന്, കഴിഞ്ഞ സേ എക്സാമിന് വന്നതാണ്. അപ്പം ഇതൊക്കെ അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. എന്നിട്ട് നിങ്ങൾ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പം നമ്മളിതിനകത്തെ ഇനിയിപ്പം സമയമൊന്നുമില്ല, അതിനകത്ത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഈ വീഡിയോ നേരെ അതിൻ്റെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് നേരെ അങ്ങ് സൈറ്റിലങ്ങ് ഇടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് മറ്റേത് നിങ്ങൾ ഇതിനകത്ത് ഇടയ്ക്കൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇനി നേരെ അങ്ങ് അതിലങ്ങ് ഇടും, അത്ര തന്നെ. അപ്പോൾ ഇതിനകത്ത് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇനി ഇതും അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇതാണ് ഫൈനലി അതിൻ്റെ ആൻസർ. ഇനി ഇതേപോലെ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊന്നുമല്ല, ഇതിനകത്ത് ഈ സംഭവം ഇത് കുറച്ച് അതിനകത്ത് പണിയുള്ളതാണ്. d²y/ ഒക്കെ എത്തുന്നുണ്ട്. ഇത് വീണ്ടും റിപ്പീറ്റ് വന്ന് കാണാൻ നിങ്ങൾക്ക് 3 മാർക്കിന് സേ 2025 ഇത് ആക്ച്വലി നിങ്ങൾക്ക് വന്നതല്ല, അതിനകത്ത് 80 മാർക്കിൻ്റെ കാറ്റഗറിയിലുള്ളവർക്ക് വന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാം. അപ്പോൾ ഇതവരുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ log xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 x ആണ്. അത് ചുമ്മാ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ log cos x ചോദിച്ചിട്ടുണ്ട്. log cos x ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ കാറ്റഗറിയിൽ. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. log cos x ഒക്കെ എങ്ങനെയാണ് ചെയ്യുക? log cos x ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം log മാങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മാങ്ങയല്ലേ. അപ്പോൾ 1 cos x. ഇനി എന്ത് ചെയ്യണം, cos xൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതെന്താണ്, -sin x ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും,
മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് വരും. എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതിനകത്ത് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈസിക്കൽ ടു മൈനസ് ടാൻ എക്സ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. ഇനി നമുക്കിപ്പം ഇതിനകത്ത് എന്താ പറയുക, അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസൊക്കെ നമ്മളതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഡിഫറൻസിയേഷനിൽ ഇ റൈസ് ടു സൈൻ എക്സ് എന്താ വരിക? ഇതും അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇ റൈസ് ടു സൈൻ എക്സ്. ഇ റൈസ് ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു എക്സ് ആണ്. ഇ റൈസ് ടു മാങ്ങയുടെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു മാങ്ങ തന്നെയാണ്. ഇൻറ്റു എന്തെടുക്കണം? മാങ്ങ ഇവിടെ എക്സ് അല്ല, അത് വേറെ ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റു മാങ്ങയുടെ ഡെറിവേറ്റീവും കൂടി ചെയ്യണം. അപ്പം ഇ റൈസ് ടു സൈൻ എക്സ് ആണെങ്കിലോ, ഇ റൈസ് ടു എക്സിൻ്റെ എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇ റൈസ് ടു സൈൻ എക്സിൻ്റെതാണ് എന്ത്? അത് ഇ റൈസ് ടു സൈൻ എക്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ വേറെ ഫംഗ്ഷൻ അല്ലേ? ഇ റൈസ് ടു എക്സ് അല്ലല്ലോ. ഇ റൈസ് ടു എക്സിൻ്റെതാണ് അത് തന്നെ വരുന്നത്. പക്ഷേ ഇ റൈസ് ടു സൈൻ എക്സിൻ്റെത് എന്ത് ചെയ്യണം? അതുപോലെ ചെയ്യണം. ഇ റൈസ് ടു സൈൻ എക്സിൻ്റെ എന്താണ്? ഇ റൈസ് ടു സൈൻ എക്സ് തന്നെ ചെയ്തിട്ട് ഇനി സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം. അതെന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇ റൈസ് ടു മാങ്ങ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മാങ്ങ ഇൻറ്റു മാങ്ങയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇ റൈസ് ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു സൈൻ എക്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ സൈൻ എക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം. മനസ്സിലായോ ഇത്തരം കേസുകൾ വരുമ്പം ചെയ്യേണ്ട രീതി? അപ്പം ഇത് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായി. ഇനി നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇതൊക്കെ നാളെ തന്നെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നീട് ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെ നമ്മളതിനകത്ത് പറഞ്ഞതാണ്. ഇത് പറഞ്ഞില്ല ഇത്, പക്ഷേ അത് കുറച്ച് മെത്തേഡ് ചെയ്യാനുണ്ട്. പിന്നീട് ആ ഒരു ടൈപ്പ് കാറ്റഗറിയിൽ വരുന്നത് ഇവിടെ നോക്കൂ. നിങ്ങൾക്ക് ഇതും നമ്മൾ പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. കോസ് റൂട്ട് എക്സ്. അതായത് കോസ് റൂട്ട് എക്സിൻ്റെ എന്താ വരിക? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് അല്ലേ? പക്ഷേ കോസ് റൂട്ട് എക്സ് ആയാലോ അത് സാധാരണ പോലെ ചെയ്യണം. മൈനസ് സൈൻ റൂട്ട് എക്സ് വരും. ഇനി എന്ത് ചെയ്യണം? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് ആണ്. അത് ഇൻറ്റു ചെയ്യണം. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതല്ല. കോസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് അല്ല. ഇതായാൽ പ്രൊഡക്റ്റ് റൂളാണ്. ഇത് വേറെ വേറെ ഫംഗ്ഷനാണ്. ഇത് ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിലേക്ക് വേറൊരു ഫംഗ്ഷൻ വന്നതാണ്. കോസ് കംപ്ലീറ്റ് ആയിട്ടില്ല. കോസ് എക്സോ കോസ് വൈയോ ആയിട്ടില്ല. ഇത് ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിലേക്ക് വേറൊരു ഫംഗ്ഷൻ വന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി കോസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഇങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് റൂളാണ് ചെയ്യേണ്ടത്. മനസ്സിലായെങ്കിൽ ലൈക്കടിച്ചേ. അപ്പം അത് രണ്ടും തമ്മിൽ അതിനകത്ത് വ്യത്യാസമുണ്ട്. എവിടെയാണ് അതിനകത്ത് മനസ്സിലാകത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് കോസ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നതും കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കോസ് എന്ത്? കോസ് എക്സോ കോസ് തീറ്റയോ ഒന്നും പറഞ്ഞിട്ടില്ല. കോസ് ഓഫ്. അപ്പം ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ അതിലേക്ക് വേറൊരു ഫംഗ്ഷൻ കയറി വന്നു. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത്. കോസ് ഓഫ്. അപ്പോൾ ആദ്യം കോസിൻ്റെ ചെയ്യുക. കോസ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ ആ സാധനം ഇൻറ്റു ഇനി ആ സാധനം എന്താണ്? സൈൻ എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഗുണിക്കണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോസ് എക്സിന് എന്താക്കണം? ഈ കോസ് എക്സ് ഒരു സാധനമുണ്ട്, സൈൻ എക്സ് വേറെ സാധനമാണ്. അപ്പം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് എക്സിനെ പുറത്താക്കുക, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെ പ്ലസ് സൈൻ എക്സിനെ പുറത്താക്കുക, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും സംഗതി വ്യത്യസ്തമാണ്. ഇപ്പം മനസ്സിലായോ? അപ്പം ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇത് തെറ്റിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് റൂളും ഇത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനുമാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന സംഭവമാണ് അതുപോലെയാണ് ഇവിടെ കോസ് ഓഫ് എന്ത് വന്നു? കോസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് അല്ല. കോസ് ഓഫ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ മറ്റൊരു ഫംഗ്ഷൻ കയറി വന്നതാണ്. അപ്പോൾ കോസ് എന്താണ്? ആദ്യം കോസിൻ്റെ എടുക്കുക. കോസ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ ആ സാധനമാണ്. കോസ് എക്സിൻ്റെ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് മാങ്ങ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ മാങ്ങ. കോസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാതെ പഠിക്കണം. 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇതാണ് ആൻസർ.
ഇനി ഈ റൂട്ട് എക്സ് ഈ റൂട്ട് എക്സും വെട്ടിപ്പോവില്ല, കാരണം ഇതെന്താണ്, ഇത് സൈനിൻ്റെ റൂട്ട് എക്സ് ആണ്. അതുകൊണ്ട് അത് ഇതിനെ വെട്ടാൻ പറ്റില്ല. ഇത് സ്വതന്ത്രമല്ല. മനസ്സിലായില്ല? അപ്പം അതിനെ അവിടെ കെട്ടിയിട്ടതാണ്, സൈനിൻ്റെ അടുത്ത് കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇവിടെ കട്ട് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പം ഇത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിവിടെ ഇതിനകത്ത് ഒറ്റ സെക്കൻഡ്, ഞാൻ ഇതിനകത്ത് ഒരു സെക്കൻഡ് ഇനി അതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് കണ്ടോ, 3 മാർക്കിന് 2020 ചോദിച്ചാൽ എക്സ് റൈസ് ടു വൈയും വൈ റൈസ് ടു എക്സും. അപ്പോൾ ഇങ്ങനെ തലേ കയറി നിൽക്കുന്നതാണ് ഇതിനകത്ത്. എന്താണ്, ഇതിനകത്ത് ഇപ്പുറത്തും ഇങ്ങനെ തലയിൽ നിൽക്കുന്നു, ഇപ്പുറത്തും എയറിൽ നിൽക്കുന്നു. അപ്പോൾ 2 പേരിങ്ങനെ എയറിൽ നിൽക്കുമ്പോൾ നമ്മൾ 2 ആൾക്കും എന്ത് കൊടുത്തു, ലോഗ് കൊടുത്തു. അപ്പോൾ 2 ആൾക്കും എന്ത് ചെയ്തു, ലോഗ് കൊടുത്തു. അപ്പോൾ 2 ആളിന് ലോഗ് കൊടുത്തോട് കൂടിയിട്ട് 2 ആളും എന്ത് ചെയ്തു, നിലത്തേക്ക് ഇറങ്ങി. അപ്പം ഈ വൈ എന്ത് ചെയ്തു, വൈ ഇങ്ങോട്ട് നിലത്തേക്ക് ഇറങ്ങി. ആദ്യം നമ്മുടെ വൈ എന്ത് ചെയ്തു, വൈ നിലത്തേക്ക് ഇറങ്ങി. അപ്പോൾ വൈ ഇങ്ങ് ഫ്രണ്ടിലേക്ക് വന്നു, വൈ ലോഗ് എക്സ് ആയി. എക്സും ഫ്രണ്ടിലേക്ക് വന്നു, എക്സ് ലോഗ് വൈ എന്നായി. ഇനി പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുക, വൈനെ പുറത്താക്കി എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. പിന്നെ എക്സ് ലോഗ് എക്സിനെ ആദ്യം ഇതിൻ്റെ എടുത്തു, ഇതിൻ്റെ ചെയ്യാം. വൈനെ പുറത്താക്കി എക്സിൻ്റെ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ലോഗ് എക്സിനെ പുറത്താക്കി വൈൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. പിന്നെ ഇപ്പുറത്ത് ചെയ്തു, എക്സിനെ പുറത്താക്കി ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, പ്ലസ് ലോഗ് വൈനെ പുറത്താക്കി എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ ഇവിടെ ചെയ്ത രീതി മനസ്സിലായോ? അപ്പം ഇതിനകത്ത് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ചെയ്തു, പ്രൊഡക്റ്റ് റൂള്. വൈ പുറത്താക്കി എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, ലോഗ് എക്സ് പുറത്താക്കി വൈൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ഇനി പിന്നെ അടിയിൽ ഇതിൻ്റെ ചെയ്തു, ഇതിൻ്റെ ആണിത്. എക്സിനെ പുറത്താക്കി ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ലോഗ് വൈനെ പുറത്താക്കി എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ, വൈ അതവിടെ നിന്നോട്ടെ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ഇനി ഈ ലോഗ് എക്സ് അത് നിർത്തി, dy/dx അതുപോലെ വൈൻ്റെ ഡെറിവേറ്റീവ്. ഇവിടെ എക്സ് ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ, ലോഗ് വൈൻ്റെത് 1/y ഇൻറ്റു, അത് y ആയതുകൊണ്ട് തന്നെ ഇൻറ്റു dy/dx അടിക്കണം. ഇൻറ്റു ലോഗ് വൈ ഇവിടെ പുറത്താണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അപ്പോൾ അത് എഴുതണമെന്നില്ല. ഇനി y ഇൻറ്റു 1/x എന്ന് പറഞ്ഞാൽ y/x ആണ്. ഈ ലോഗ് വൈ എന്തുണ്ട്, dy/dx ഇല്ല. dy/dx ഉള്ളവരെയും ഇല്ലാത്തവരെയും സൈഡ് തിരിച്ചു. ഈ y ഇൻറ്റു ഇതിൽ dy/dx ഇല്ല, ഈ ടേമിലും dy/dx ഇല്ല. അപ്പോൾ അവരെ ഒരു സൈഡിലേക്ക് മാറ്റി, y/x ഇൻറ്റു മൈനസ് ലോഗ് വൈ അതിനങ്ങോട്ട് കൊണ്ടുവന്ന്. ഇനി ഈ ടേമിൽ dy/dx ഉണ്ട്, x ഇൻറ്റു 1/dy/dx. ഇവരെ x/y dy/dx അവിടെ നിർത്തിയിട്ട് ഈ ലോഗുള്ള ടേമിന് എന്ത് ചെയ്തു, അപ്പുറത്തേക്ക് മറിച്ചു. അതായത് dy/dx ഉള്ളവർ ഒരു സൈഡിലേക്കും ആക്കി, dy/dx ഇല്ലാത്ത ടേമുകൾ ഒരു സൈഡിലേക്കും ആക്കി. ഈ ചെയ്തത് മനസ്സിലായോ? മനസ്സിലായോ? നോക്കിയിട്ട് പറഞ്ഞേ. മനസ്സിലായില്ല? അപ്പോൾ അതായത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നമുക്ക് അതിനകത്ത് ഇങ്ങനെയാണ് കിട്ടിയത്. y ഇൻറ്റു d/dx ഓഫ് ലോഗ് എക്സ് പ്ലസ് നമ്മൾ എന്ത് ചെയ്തു, ലോഗ് എക്സ് ഇൻറ്റു dy/dx ഈക്വൽ ടു, ഇതുവരെ മനസ്സിലായിരുന്നോ? ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുവരെ മനസ്സിലായിരുന്നോ? കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്ത സംഭവങ്ങൾ മനസ്സിലായിരുന്നോ? ഇത് മനസ്സിലായിരുന്നു. ഓക്കെ. ഇനി അതിൻ്റെ ഇതെടുത്തു ചെയ്തത് അതിൻ്റെ അടുത്ത് ചെയ്ത ഈ സംഭവം മനസ്സിലായോ? എടുത്ത് ചെയ്ത ഈ സംഭവം അതും മനസ്സിലായി. എങ്കിൽ ഇനിയുള്ളത് ഇതാണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് ഉള്ളത് ഇങ്ങനെയാണ്, y ഇൻറ്റു 1/x പ്ലസ് എന്താ ഉള്ളത്, log x ഇൻറ്റു dy/dx, log x ഇൻറ്റു dy/dx ഈക്വൽ ടു എക്സ് ഇൻറ്റു 1/y, പിന്നെ എന്ത് വന്നു, ഇൻറ്റു dy/dx പ്ലസ് എന്ത് വന്നു, log y, പ്ലസ് എന്ത് വന്നു, log y. അപ്പോൾ ഇത്രയാണ് അതിനകത്തുള്ളത്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ dy/dx ഇതൊരു ടേമാണ്, ഈ പ്ലസ് ഇടയിൽ വരുന്നത് ഇതൊരു ടേം, ഈ പ്ലസ് വന്നു കഴിഞ്ഞാൽ ഒരു പ്ലസ് ഇല്ല, ഗുണനമാണെങ്കിൽ അതെല്ലാം ഒരു ടേമാണ്, പ്ലസ് ഉള്ളത് എന്താവും, വേറെ വേറെ ടേം ആവും. ഇനി നോക്കൂ നിങ്ങൾ, ഈ ടേമിൽ dy/dx ഇല്ല, ഈ ടേമിലും dy/dx ഇല്ല, പക്ഷേ ഇത് രണ്ടിലും dy/dx ഉണ്ട്. അപ്പം dy/dx ഉള്ള ടേമുകളെ ഒരു സൈഡിലേക്ക് ആക്കി, അതായത് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകും, അപ്പോൾ ഇത് മൈനസ് ആകും, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരും, y ഇൻറ്റു 1/x എന്ന് പറഞ്ഞാൽ എന്താണ്, y/x ആണ്. ഈ log yയിൽ dy/dx ഇല്ല, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഈ ടേം അവിടെ x ഇൻറ്റു 1/y എന്ന് പറഞ്ഞാൽ x/y ആണ്, ഇൻറ്റു dy/dx ഉണ്ട്, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയല്ലോ, മൈനസ് എന്തുണ്ട്, log x dy/dx എന്ന് വരും. ഇപ്പോൾ മനസ്സിലായോ? ടേമുകളെ dy/dx ഉള്ള ടേമുകളെ ഒരു സൈഡിലോട്ടും, അതായത് ഇതിൽ dy/dx ഉണ്ടായിരുന്നു, ഇതിൽ dy/dx ഉണ്ട്, അതിനവിടെ നിർത്തി. എന്നിട്ട് ഇതിൽ dy/dx ഉണ്ട്, അതിൻ്റെ കൂട്ട കൊണ്ടുവന്ന് എഴുതി. dy/dx ഇല്ലാത്ത ടേം ഇതാ അതിനെ ഒരു സൈഡിലോട്ട്. അപ്പോൾ ഈ പ്ലസ് log y ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് log y ആയി, ഈ പ്ലസ് log x ഇത് ഇങ്ങോട്ട് പോയപ്പോൾ മൈനസ് ആയി. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇനി ഈ ടേമുകൾ നോക്കുക. ഈ ടേമിൽ dy/dx ഉണ്ട്, ഈ ടേം ഒരു ടേമാണ്, ഇതും dy/dx ഉണ്ട്. അപ്പം ഇതിനെ ഇതേപോലെ തന്നെ നിർത്തി, y/x മൈനസ് log y ഈക്വൽ ടു, ഈ dy/dx രണ്ടിലും ഇല്ലേ, അങ്ങ് പുറത്തേക്ക് എടുത്തു. dy/dx രണ്ടിലുള്ളതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക, x/y, ഇവിടെ എന്താ ഉണ്ടാവുക, log x. ഇത് മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, dy/dx അല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് dy/dx ഇൻറ്റു എന്നല്ലേ, ഇതെന്താണ്, dy/dx ഇൻറ്റു ഈ ടേം എന്നാണ്. നമുക്ക് വേണ്ടത് dy/dx ആണ്, അതിനവിടെ നിർത്തുക. ഈ ഇൻറ്റു ഉള്ളതിന് എന്ത് ചെയ്യുക, ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അപ്പോൾ അത് അടിയിലാകും. അപ്പോൾ ഇങ്ങനെ വരും, y/x മൈനസ് log y അവിടെ ഓൾറെഡി ഉണ്ട്, y ഈ ടേം കൂടി വരും, x/y മൈനസ് log x ഈക്വൽ ടു dy/dx എന്ന് വരും. മനസ്സിലായോ? അപ്പം ഇതാണ് അതിനകത്ത്, ഇത്രയും ചെയ്യണം, മനസ്സിലായില്ല? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ, ഇതിങ്ങനെ എഴുതിയാലും മതി. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് ചെയ്യുക, ഈ y മൈനസ് log y എന്നാക്കിയിട്ട് log y മൈനസ് log y, അത് മാത്സിലെ അതിൻ്റെ ബേസിക് വെച്ച് ചെയ്യാം. അതിനകത്ത് നിങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിനെ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ ഒരു ഫ്രാക്ഷനിൽ നിന്ന് ഒരു സംഖ്യ കുറയ്ക്കുമ്പം എങ്ങനെ ചെയ്യുക എന്നുള്ള റൂള് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഒരു ഫ്രാക്ഷൻ ഇതാ y/x, അതിൽ നിന്ന് ഒരു സംഖ്യ കുറയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ 1 എടുത്ത് രണ്ടിനും ഫ്രാക്ഷൻ ആക്കുക. ഇനി 1നെ എങ്ങോട്ടേക്ക് ഗുണിക്കുക, y ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ y ആണ്, മൈനസ് x ഇൻറ്റു log y എന്ന് വരും. അടിയിൽ ഇവർ തമ്മിൽ ഗുണിക്കുക, x എന്ന് വരും. ഇനി ഇവിടെയും അതുപോലെ x/y എന്നുള്ളതിന് എന്ത് ചെയ്യും, അടിയിൽ ഇതിൻ്റെ 1 ഇട്ട് കൊടുക്കുക. ഇവിടെ ഇവിടെ ഈ സാധനം ഇത് അടിയിൽ ഇവിടെ ഇതിൻ്റെ അടിയിൽ കണ്ടില്ല, അവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പം ഇതിനെ x ഇൻറ്റു 1ഉം y ഇൻറ്റു log x ഉം, അപ്പോൾ ഇങ്ങനെ വരും, x മൈനസ് y log x ഡിവൈഡഡ് ബൈ y എന്ന് വരും. ഇനി രണ്ട് ഫ്രാക്ഷനുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വന്നാൽ മാത്സിൽ എന്താ ചെയ്യുക, അടിയിലുള്ള ഫ്രാക്ഷനെ തല തിരിച്ചിട്ട് ഗുണിക്കലാണ്. അപ്പം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരിക ഇതിവിടെ തന്നെ നിൽക്കും, ഇതിനെ ഗുണിക്കണം എന്ന് പറഞ്ഞിട്ട് തല അങ്ങ് തിരിയും. അപ്പോൾ അതായത് ഇങ്ങനെ വരും. ഫൈനലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ y മൈനസ് എക്സ് ലോഗ് y ബൈ എക്സ്, അത് അതുപോലെ നിൽക്കും, ഇൻറ്റു എന്ത് വരും, y ബൈ എക്സ് മൈനസ് y ലോഗ് എക്സ്. ഇതാണ് dy/dx വരിക. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ചെയ്ത രീതി അവസാനം? ഇല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഇവിടെ വെച്ചാലും ഇതിനകത്ത് ഇതും അതിനകത്ത് കുഴപ്പമില്ല. മനസ്സിലായോ?
ഓക്കെ, അപ്പം ഇത് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് 2020 3 മാർക്കിന് ചോദിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഫംഗ്ഷനുകളൊക്കെ ഡെറിവേറ്റീവ് എടുക്കാൻ നല്ല സുഖമാണ്, വലിയ പണിയില്ല അതിനകത്ത്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. ദിസ് വൺ ഫൈനലി ദിസ് വൺ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒറ്റ ക്ലാസ് കൂടി വേണമെങ്കിൽ ഡിഫറൻസിയേഷൻ വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ലെസ്സിലോട്ട് പോകാം. പിന്നെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം ഒക്കെ ക്ലാസ് വെച്ചിട്ട് അങ്ങ് എല്ലാം കൂടിയൊക്കെ ഒന്ന് തീരും, മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.